അതായത് 100 ആടുള്ള ഒരു ഇടയൻ്റെ ഒരാടിനെ കാണാതെ പോയിട്ട് ആ ഇടയൻ ആ ആടിനെ തേടി പോകുന്ന ഒരു സന്ദർഭം നമുക്ക് ആ വേദഭാഗത്തിൻ്റെ ആ ഒരു ആടിനെ കാണാതെ പോയ സമയത്ത് ആ ഇടയൻ ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുക. ഇടയൻ്റെ ശബ്ദം കേട്ട് ആ ആടുകളും പുറകെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ആ പോകുന്ന സമയത്ത് ഈ ഒരാടിനെ മാത്രം കാണുന്നില്ല. ആ ആട് കാണാതെ ഇരിക്കുമ്പോൾ ഇടയൻ അവിടെ ചെന്ന് 100 ആടുകളെ ഇങ്ങനെ എണ്ണി വരുമ്പോൾ 99 മാത്രമേ കാണുന്നുള്ളൂ, ഒരെണ്ണത്തെ കാണുന്നില്ല. എന്നാൽ ആ ഒരാടി എങ്ങനെ പോയി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കൂടുതലും വചനത്തിനോട്ടോടെ കേട്ടിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാ: ആ ആട് പച്ചില തേടി പോയതാ, അല്ലെങ്കിൽ ആ പുതിയ ഒരു ഇടം കണ്ടപ്പോഴത്തേന് ആ ആട് ഈ ഇടയനെ വിട്ടിട്ട് പോയതാ. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കലും ആ ആട് എൻ്റെ ലൈഫുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത്. ആ ആട് പോയത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ആ ഇടയൻ്റെ ശബ്ദം കേട്ടും പിൻചെന്ന ആ ആട് അത് വഴിതെറ്റി പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് ദൈവം തന്ന ചില ചിന്തകൾ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ. ആ ആട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മളോട് സംസാരിക്കുന്ന വ്യക്തികൾ സ്നേഹത്തോടെയും അതുപോലെ തന്നെ സന്തോഷത്തോടെയും ഒക്കെ നമ്മളോട് സംസാരിക്കും. പക്ഷേ ഈ സംസാരിക്കുന്നവർ അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മളെ ഉപേക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പറയട്ടെ, ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആടുകളുടെ കൂട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആട്ടുംതോലിട്ട ഒരു ചെന്നായും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ആടുകളുടെ കൂടെ ചേർന്ന് നടന്നിട്ടുണ്ടാകാം. അപ്പം ഈ നഷ്ടപ്പെട്ട ഒരു ആട് അതിൻ്റെ മൈൻഡ് മാറാനായിട്ടൊരു കാരണം ആ ആട്ടുംതോലിട്ട ഒരു ചെന്നായി ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ ആ കൂടെ പോകുന്ന ആടിനോട് പറയുക, അപ്പോൾ ഈ ആട് കാണുമ്പോൾ ശരിയാ, ഇതും ആടാണല്ലോ, കുഴപ്പമില്ലല്ലോ, നല്ല കൂട്ടാണല്ലോ, ഒത്തിരി സ്നേഹത്തോടെയൊക്കെ സംസാരിച്ച് നീ ഇവരുടെ കൂട്ടത്തിൽ പോകുന്നതിനെ കഴിഞ്ഞും നിനക്ക് നല്ല ചില സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ നിനക്ക് നല്ല ചില ഇടങ്ങളിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. വശീകരണത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ഇടയൻ്റെ സ്നേഹത്തിനകത്ത് അകറ്റിക്കളയുന്ന ചില വാക്കുകൾ പറഞ്ഞ് മോഹിപ്പിച്ച് ആഗ്രഹിപ്പിച്ച്, ഞാൻ പറയാം, വശീകരിച്ച് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. വശീകരിച്ച് പോകുമ്പോൾ വേറൊരു മേഖലയിൽ നിങ്ങൾ ചിന്തിക്കരുത്, ആത്മീയവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്തുനിന്ന് അകറ്റിക്കളയുന്ന ചില ചിന്തകളും പ്രവർത്തികളുമായിട്ട് ചില ആടിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു തോലിട്ട ഒരു ചെന്നായിയെ പോലെ പിശാച് നമ്മുടെ അടുക്കൽ മനുഷ്യരുടെ രൂപത്തിലും പിശാച് ചിന്തകളുടെ രൂപത്തിലും നമ്മുടെ അടുക്കൽ വരും. ആ സമയത്താണ് നാം വഴിമാറി പോകുന്നത്. പക്ഷെ ഈ വഴിമാറിപ്പോയി ആ ഒരു മുറിവേറ്റ് അല്ലെങ്കിൽ ഭാരപ്പെട്ട് വിഷമിച്ചൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴും ഇടയന് നമ്മളെ തേടി വരാതിരിക്കാൻ കഴിയത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ആ കാൽവറി ക്രൂശിൽ അങ്ങ് അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി തന്ന് അതിൻ്റെ വിലയാകൊണ്ട് കർത്താവിന് ഒരിക്കലും നമ്മളെ തേടി വരുവാനായിട്ട് കഴിയാതിരിക്കത്തില്ല. എൻ്റെ ജീവിതത്തിനകത്ത് ഞാനും അത് അനുഭവിച്ചറിഞ്ഞു. ദൈവത്തെ വിട്ടുപോയ സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാവരുടെ മുമ്പിൽ എല്ലാം ഉണ്ട്, സന്തോഷമുണ്ട്, ചിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, എനിക്ക് ദൈവവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഞാൻ പറയാം, ആ ആടിനെ ഇടയൻ എടുത്തുകൊണ്ട് വരുമ്പോൾ കർത്താവ് തിരിച്ചു പിടിച്ചത് ആ ആടും ഇടയനും തമ്മിലുള്ള സ്നേഹബന്ധമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവ സ്നേഹത്തിൻ്റെ ബന്ധത്തിനകത്ത് നിന്നുകൊണ്ട് ആത്മാവിൽ ഇന്ന് പകൽക്കാലം നമുക്ക് പാടാനായിട്ട് കഴിയണം. കർത്താവേ, നിന്നെ വിട്ട് ഞാൻ പോയിട്ടുണ്ട്, നിന്നെ വിട്ട് ഞാൻ അകന്നേയിരുന്നു. ആ ഒരു ഇടയൻ്റെ സ്നേഹത്തിനകത്തേക്ക് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് കയറാം. നമ്മുടെ ചിന്തകളെ വിട്ട് നമ്മളെ ആരാണോ കുരുക്കിക്കളയുന്നത് അത് തിരിച്ചറിയുക. നമ്മുടെ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ നമ്മളോട് സഹകരിക്കുന്നവർ നല്ല ചിന്തയോടുകൂടെയാണോ നമ്മളോട് ഇടപെടുന്നത്, നമ്മളോട് നല്ല വാക്ക് പറയുന്നവർ അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണോ ഇന്ന് പകൽക്കാലം ചിന്തിക്കാം. ആവശ്യം കഴിയുമ്പോൾ ഒരു കറിവേപ്പിലെ പോലെ നമ്മളെ പലരും എടുത്തു കളയുവാൻ തൊക്കണമിടയായി തീരും. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ നമ്മുടെ വിഷമത്തെ കാണുവാൻ, നമ്മളെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് വേണ്ടി ഒരു കർത്താവുണ്ടെന്ന് മനസ്സിലാക്കി പകൽക്കാലം ചേർന്ന് അറിയാവുന്നവർ എന്നോടൊപ്പം ഈ പാട്ട് പാടുക. ദൈവാത്മാവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.